ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, പോലീസിന് ഇപ്പൊ നിങ്ങളുടെ അമ്മാവന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, തക്കലയുള്ള മുരുകന്റെയും കനിമൊഴിയുടെയും മരണത്തെക്കുറിച്ച് വരെ നല്ല വ്യക്തമായിട്ടറിയാം. ആ, നിങ്ങൾ ത്രീ ഏഞ്ചൽസിന്റെ കാര്യമൊക്കെ അങ്കിൾ അറിയുന്നുണ്ട് കേട്ടോ. ദേ, ആവശ്യമില്ലാതെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവല്ലേ. ആവശ്യമില്ലാത്തപ്പോ ഞങ്ങൾ ഒരു വഴക്കം ഉണ്ടാക്കാറില്ല അങ്കിൾ. ആ, അത്യാവശ്യമുള്ളപ്പോ മാത്രമേ വഴക്കുണ്ടാക്കൂ. കൊള്ളാം, മിടുക്കികളാ. അപ്പൊ ഈ സൈലൻസ് ഒക്കെ ഒരു അഭിനയമായിരുന്നല്ലേ? ആഹാ, ഗൗരിമോളെ, ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ എത്താറായെന്ന് പറ. ഞാൻ ഇപ്പൊ വിളിക്കാം. ആ, ഹലോ ഗൗരി, നിങ്ങൾ എവിടെയായി? ഞങ്ങൾ അങ്ങോട്ട് എത്താറായി. അവിടെയെല്ലാം ഓക്കെ അല്ലേ? ആ, ഇവിടെ എല്ലാം സെറ്റാ. ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. എന്തൊക്കെയാ? അത് സർപ്രൈസ്. ചിപ്പിയുടെ അമ്മ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ എത്തും? ദേ, ഞങ്ങളിപ്പോ എത്താറായി. ഓക്കെ, എന്നാ ഞാൻ അമ്മയോട് എന്ന് പറയട്ടെ. നിങ്ങൾ വേഗം വാ. ആ അമ്മേ, ഇനി കുറച്ചേ ഉള്ളൂ. അല്ല, എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാനിങ്ങുകൾ? കുറെ പ്ലാനിങ് ഉണ്ട് അല്ലേ ഗൗരി? യെസ് ഗൈസ്. അവന്തികയില്ലേ? ഉണ്ട് സർ. വിളിക്കേ. ആ, ഇപ്പൊ വിളിക്കാം സർ. അമ്മേ, എന്റെ ഫ്രണ്ട്സ് എത്താറായി. അതിനെന്താ, അവര് വരട്ടെ. അമ്മ നിങ്ങക്ക് ഒരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ പറയാം, സമയാവട്ടെ. ഒന്ന് പറയാമേ പ്ലീസ്. അമ്മ മോക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണത്. ഗിഫ്റ്റോ? അതെന്താ? നിങ്ങളുടെ സ്ലീപ്പ് ഓവർ നടക്കാൻ പോകുന്നതേ ഇവിടെയല്ല. പിന്നെ എവിടെയാ? അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലാ. ഒരു റിസോർട്ട് പോലെ, ഒരു പിക്നിക് സ്പോട്ട്. അവിടെ നിങ്ങക്ക് അടിച്ചു പൊളിക്കാം. ആണോ? ആ, സൂപ്പർ. താങ്ക് യു അമ്മേ. ദേ, ഇനി അമ്മയോട് ഒരിക്കലും പിണങ്ങരുത്. അതിനാ ഈ ഗിഫ്റ്റ്. മനസ്സിലായോ? ഇനി അമ്മയോട് ഞാൻ പിണങ്ങത്തില്ല. എന്താ? താഴെ പോലീസ് വന്നിട്ടുണ്ട് മാഡം. പോലീസോ? അതെ, മാഡത്തിനെ വിളിക്കാൻ പറഞ്ഞു. അയാളുടെ ഭാവം കണ്ടിട്ട് എന്തോ ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. നിന്നോട് വേറൊന്നും ചോദിച്ചില്ലേ? അല്ല, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന് അറിയാനാ. ഇല്ല മാഡം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
ഇയാൾ ഇതിനകത്ത് വരെ വന്ന് കയറിയോ? ഈ മോളുടെ കൂടെ ഇവിടെ തന്നെ കാണണം. ഒരു കാരണവശാലും മോളെ താഴേക്ക് വിടരുത്. ശരി മാഡം. മോളെ, താഴെ അമ്മയെ കാണാൻ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. അമ്മ പെട്ടെന്ന് അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം. എന്തിനാ പോലീസ് വന്നത്? അവർക്ക് അമ്മയെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം കാണും. ഇടയ്ക്കിടയ്ക്ക് അമ്മ അവർക്കൊക്കെ പണം കൊടുക്കുന്നതല്ലേ. അമ്മ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. അതുവരെ മോള് താഴേക്ക് വരണ്ട. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എത്തിയാലോ? അപ്പൊ ഞാൻ താഴേക്ക് വരണ്ടേ? അതൊക്കെ അമ്മ ഡീൽ ചെയ്തോളാം. അവര് വരുമ്പോ അമ്മ വിളിക്കാം. ജെന്നി, ടേക്ക് കെയർ. എന്തിനാ പോലീസ് വന്നത്? ആർക്കറിയാം. എന്താ ഓഫീസർ? എന്റെ അമ്മാവന്റെ മരണത്തെ പറ്റി എന്തെങ്കിലും തുമ്പോ തുരുമ്പോ എന്തേലും കിട്ടിയോ? സാറ് വലിയ ഗൗരവത്തിൽ തന്നെ ആണല്ലോ. അപ്പോ സാറ് കാര്യമായിട്ടാണ്. കുറ്റവാളികൾ പോലീസിനെ കബളിപ്പിക്കാൻ പല തരത്തിലും ശ്രമിക്കും. ചിലർ ഒന്നും അറിയാത്ത പോലെ പെരുമാറും. മറ്റു ചിലർ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ധൈര്യം പ്രകടിപ്പിച്ച് സംസാരിക്കും. പക്ഷെ അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഭയമുണ്ടായിരിക്കും. ദാ ഇതുപോലെ. അപ്പോ സാറ് ഏതാണ്ടൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ഈ പടി കയറിയത് അല്ലേ? വ്യക്തമായ തെളിവുകൾ കയ്യിലില്ലാതെ പോലീസ് ഒരു പ്രതിയുടെ മുമ്പിലും ഇതുപോലെ ചെന്ന് നിൽക്കാറില്ല. പ്രത്യേകിച്ചും നിങ്ങളെപ്പോലൊരാളുടെ മുന്നിൽ. നിങ്ങളുടെ അമ്മാവൻ അനിരുദ്ധന്റെ മരണത്തിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചെന്ന് എനിക്കിപ്പോ വ്യക്തമായ ധാരണയുണ്ട്. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസുകാർക്ക് നല്ല മിടുക്കാണെന്ന് എനിക്കറിയാം. പല കേസുകളിലും നമ്മളത് കാണുന്നതാണല്ലോ. കേരള പോലീസിനെ നിങ്ങൾ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മേഡം, പോലീസിന് ഇപ്പൊ നിങ്ങളുടെ അമ്മാവന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, തക്കലയുള്ള മുരുകന്റെയും കനിമൊഴിയുടെയും മരണത്തെക്കുറിച്ച് വരെ നല്ല വ്യക്തമായിട്ടറിയാം. മുരുകനെയും കനിമൊഴിയെയും അറിയോ? അങ്ങനെ രണ്ടുപേരെ